ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഇതിപ്പം ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ മോനിവിടെ ഇല്ലാത്തതുകൊണ്ട് മക്കൾ രണ്ടുപേരും കൂടെ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. നമ്മുടെ ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കടയെ. അപ്പോൾ മീനും വാങ്ങണം, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അത് രണ്ടുപേരും കൂടെ സൈക്കിളും എടുത്ത് പോവുകയാണേ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചെന്നാൽ ഈ പുതുവർഷം ആരംഭിച്ചിട്ട് ഫസ്റ്റ് എഡിറ്റ് ചെയ്യുന്ന വീഡിയോയും ഇത് തന്നെയാണ്. നമ്മളിടുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കൂടെ മനസ്സ് കാണിക്കണേ. പലരും വീഡിയോസൊക്കെ കണ്ടു പോവുമെങ്കിലും ലൈക്ക് തരാറില്ല കേട്ടോ. അപ്പോൾ ഒരു ലൈക്ക് തരാനൊന്നും മറന്നേക്കരുതേ. ഞാൻ ആരുടെ വീഡിയോ കണ്ടാലും ലൈക്ക് അടിക്കാറുള്ള ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റും കൂടെ തരണം. അത് കമൻറ്റ് വായിക്കാനൊക്കെ നമുക്ക് അതൊരു പ്രചോദനമാണ്. നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ഇടാനൊരു പ്രചോദനം ഈ കമൻറ്റ് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമാണ്. അങ്ങനെ മക്കൾ വാങ്ങിയിട്ട് വന്ന സാധനങ്ങളാണ് കേട്ടോ. പച്ചക്കറിയും പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിയിട്ടാണ് വന്നത്. പിന്നെ മീൻ കൊണ്ടുവന്നത് ചൂര മീനാണേ. അപ്പോൾ ഇനി നമുക്കത് മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ പച്ചക്കറി വാങ്ങിച്ചത് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ വെണ്ടയ്ക്ക അതിൽ 2-3 ഒരു മൂപ്പ് കൂടിയതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ വെണ്ടയ്ക്ക എപ്പോൾ നമ്മൾ വാങ്ങുമ്പോഴും അതിൻ്റെ തുമ്പില്ലേ, അറ്റം ഒന്ന് ഒടിച്ചു നോക്കുകയാണെങ്കിൽ ഇളത്തയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. മൂത്താണെങ്കിൽ ഒടിയത്തില്ല, ഇങ്ങനെ ചകിരി പോലെ ഇരിക്കും. അത് ഞാനിപ്പോൾ വെണ്ടയ്ക്ക വാങ്ങിച്ചാലും ഞാൻ അങ്ങനെ നോക്കി എടുക്കാറുണ്ട്. അപ്പം ഞാൻ മക്കളോട് പറഞ്ഞു കൊടുത്തു, എപ്പോൾ വെണ്ടയ്ക്ക വാങ്ങിച്ചാലും അതിൻ്റെ ആ ലാസ്റ്റ് തുമ്പ് വശം ഒന്ന് ഒടിച്ചു നോക്കിയാൽ മതി. ഒടിയുന്നതാണെങ്കിൽ ഇളത്ത വെണ്ടയ്ക്കായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പറഞ്ഞപ്പോൾ രണ്ടുപേരും മറുതലെടുത്ത് ഒടിക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒടിക്കണ്ട, കടയിൽ വാങ്ങുമ്പോൾ ഒടിച്ചു നോക്കിയാൽ മതി എന്ന് പറഞ്ഞേ. അങ്ങനെ ഇനിയിപ്പം മീൻ ക്ലീൻ ചെയ്യണം. അത് മുളകിൽ കറി വയ്ക്കാൻ പോയണേ. അപ്പോൾ അനു പറഞ്ഞ് അനുവിന് ഉണക്കമീൻ വറുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ഇതെല്ലാം വഴറ്റിയിട്ട് അത് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് കുടംപുളി എടുത്തിട്ട് വെള്ളത്തിൽ അടപ്പ് വെത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പുളി ഒന്ന് തിളപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പുളി പിടിക്കും അതിൽ. അപ്പോൾ അത് വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാൻ കറിയിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ ചെറിയ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് സഹായിക്കാൻ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. മോളുണ്ട് അടുക്കള. അപ്പോൾ മീൻ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി പൊടികളെല്ലാം ചേർത്തിട്ട് അതൊന്ന് ചൂടായി കിട്ടണം. നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പുളി ചേർത്ത് കൊടുക്കും. ആ വെള്ളത്തോട് കൂടി തന്നെ പുളി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വെള്ളവും കൂടെ ഒഴിക്കണം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം വലിയ മീനായതുകൊണ്ട് നമുക്ക് 2 ദിവസത്തേക്ക് കൂട്ടാനുള്ള കറി ഉണ്ടാവും. ഏകദേശം ഒരു 200-250 രൂപ വിലയുള്ള ഒരു മീനായിരുന്നു. കാരണം പിന്നെ അത്യാവശ്യം വലിയ മീനല്ലേ. അപ്പോൾ നമുക്ക് 2 ദിവസമാണെങ്കിലും കറിയൊക്കെ കൂട്ടാനുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിന് ഗ്രേവിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മീനിട്ട് കൊടുക്കുകയാണേ. പിന്നെ വെണ്ടയ്ക്ക വാങ്ങിച്ചത് കൊണ്ട് അതും മുളകിലൊന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. മീൻകറി കൂട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് വെണ്ടയ്ക്കയും കൂടെ എടുത്തത്. ഉണക്കമീനും വറുത്തുകൊണ്ടായിരുന്നു. അങ്ങനെ കറികളൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് എല്ലാവരും ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഊണ് കഴിച്ചതിന് ശേഷം പിന്നെ കഴുകിയിട്ട തുണികളൊക്കെ എടുക്കണമായിരുന്നു. പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. ഇപ്പം നല്ല വെയിലല്ലേ. നമ്മൾ തുണി കഴുകിക്കൊണ്ടിട്ട് ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ തുണിയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. നമ്മുടെ പരുന്ത് വന്നിരിക്കാറുള്ള മാവാണ് കേട്ടോ ഇത്. ഇപ്പൊ പിന്നെ കുറച്ച് ദിവസമായിട്ടൊന്നും കാണുന്നില്ല പരുന്തിനെ കേട്ടോ. അങ്ങനെ കഴുകിയിട്ട തുണികളെല്ലാം ഉണങ്ങിക്കിടക്കുകയാണ്. ടിന്നുകളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ. പൊടികളൊക്കെ തീർന്ന ടിന്നുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം കഴുകി ഉണങ്ങാനൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഉണങ്ങിയ തുണികളെല്ലാം ഞാൻ പിന്നെ പെറുക്കിയെടുത്ത് ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി വെക്കണം. പിന്നെ വേറെ ജോലി എന്ന് വെച്ചാൽ ഷർട്ടൊക്കെ തേക്കാനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ തേച്ച് വെക്കണം. ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്ന സമയത്ത് പട്ടിക്കുട്ടി കുരയ്ക്കുന്നുണ്ട്. നമുക്ക് വീടിൻ്റെ വാതിക്കെ ഉഷയെന്നാണ് അവളെല്ലാവരും വിളിക്കുന്നത്.
നമ്മളെപ്പോഴും ആഹാരം കൊടുക്കുന്നതാണ്, നല്ല സ്നേഹമുള്ളതാണ് കേട്ടോ. അപ്പോൾ കാറ് വന്നു കഴിഞ്ഞാൽ അവൾ എപ്പോഴും കുരയ്ക്കും. അപ്പോൾ അവളുടെ കുര എൻ്റെ സംസാരത്തിനിടയ്ക്ക് കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും അത് ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. അങ്ങനെ ഞാൻ ദേ തുണികളെല്ലാം ഒന്ന് മടക്കി വെക്കണേ. പിന്നെ ഞാൻ ചെയ്യാൻ ആലോചിച്ച കാര്യം എന്ന് വെച്ചെന്നാൽ ക്യൂടെക്സ് ഇടാനുണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിട്ടിരിക്കുന്നത് ഒന്ന് മാറ്റിയിട്ട് അത് റിമൂവർ ഉപയോഗിച്ചിട്ടേ ഒന്ന് കളയാന്ന് വെച്ച്. അപ്പോൾ അതിട്ട് നമുക്ക് പുതിയൊരു ക്യൂടെക്സ് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു മുന്തിരി കളറിൻ്റെത്. അപ്പോൾ ഇന്നലെ അനു പോയപ്പോൾ അത് വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അനുവിൻ്റെ കയ്യിലിട്ടിരിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി. അപ്പോൾ ഞാൻ ഓർത്ത് തന്നെ കളറും ചേഞ്ച് ചെയ്തേക്കാമെന്നൊരു മെറൂൺ കളറിലാണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് അതിടാമെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അത് കയ്യിൽ നിന്നൊന്ന് ഉരച്ച് കളയണം. അപ്പോൾ ഈ തുണിയൊന്ന് മടക്കി വെച്ചിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ഞാനിത് ചെയ്യാനിരിക്കുമ്പം അനു ഉണ്ട്, മോളും ഉണ്ട് കേട്ടോ. അവർ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് അവരെ കാണുന്നില്ലെന്നുള്ളൂ കേട്ടോ. അവർ കട്ടിലേലുണ്ട്, ഒരാൾ കിടക്കുന്നു, ഒരാൾ പഠിക്കുന്നു, അങ്ങനെ. അപ്പം എന്നോട് ഞങ്ങൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അതൊന്ന് റിമൂവർ ഉപയോഗിച്ചിട്ട് അത് കളഞ്ഞിട്ട് ക്യൂടെക്സ് ഇടാന്ന് വെച്ച്. അപ്പം ഞാൻ ക്യൂടെക്സ് ഇടാൻ പോയപ്പോഴത്തേക്ക് അനു പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഇട്ട് തരാമെന്നും പറഞ്ഞിട്ട് എന്നോട് വാങ്ങിച്ചിട്ട് ഇട്ട് തരികയാണേ. എനിക്ക് ആ കളർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മുന്തിരി കളറാണ് കേട്ടോ. നമ്മൾ മുന്തിരി ജ്യൂസൊക്കെ അടിക്കുമ്പോൾ ഉള്ള കളറല്ലേ, അതിന് മുന്തിരി കളറെന്ന് പറഞ്ഞു. പിന്നെ ഇനി അനുവിന് ക്ലാസ്സിന് പോകാനൊക്കെ ടൈമായി വരുന്നുണ്ടേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് സമയം സംസാരിച്ച് കുറേ സമയം പോയി. ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സിനിമയെക്കുറിച്ചും പഴയ സിനിമകളൊക്കെ ഇപ്പോൾ കാണുന്നതാണ് ഹോബി. ക്ലാസ്സിന് പോകുന്നുണ്ട്, വൈകിട്ടാണ് ക്ലാസ്സിന് പോണത്. പിന്നെ പഠിക്കാനൊന്നും ഇല്ലാത്ത സമയത്ത് സിനിമ കാണും. പഴയ സിനിമകളൊക്കെ ഇല്ലേ, ശ്രീനിവാസൻ്റെയും മോഹൻലാലിൻ്റെയും പിന്നെ ജയറാമിൻ്റെയൊക്കെ പഴയ സിനിമകൾ, അതൊക്കെ കാണുന്നതാണ് ഹോബി. സമയം കളയണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ക്യൂടെക്സ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ള കളറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൈ തമ്മിലൊന്ന് വെച്ച് നോക്കിയേ. ഇപ്പോൾ കൊള്ളാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ക്ലാസ്സിന് പോകാനായിട്ടൊക്കെ റെഡി ആയിക്കോ, ഞാൻ പോയിട്ട് ഇനി ചായ വയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ താഴേക്ക് പോന്നു. രാവിലെ പാല് വാങ്ങിച്ചിട്ട് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വൈകിട്ട് ചായ ഇടാൻ വേണ്ടിയിട്ടേ കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ പാലെടുത്തിട്ട് ചായ ഇടാമെന്ന് വിചാരിച്ച്. അങ്ങനത്തെ ഞാൻ ചായ ഇടാൻ പോയാണ്. പിന്നെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പം ഉണ്ട്, അവർ വാങ്ങിച്ചിട്ടുണ്ട്. രാവിലെ പോയി വാങ്ങിച്ചിട്ട് വന്ന ഉണ്ണിയപ്പം ഉണ്ട്. പിന്നെ ക്രിസ്മസ് കേക്ക് ഇതുവരെ തീർന്നിട്ടില്ല, മുറിച്ചെടുത്തതും ഉണ്ട്, പിന്നെ പൊട്ടിക്കാതെ വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ചായയുടെ കൂടെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ചായക്ക് നല്ല കടുപ്പം വേണം കേട്ടോ. അതുകൊണ്ട് ഞാൻ 2-2.5 സ്പൂണോളം തേയിലയൊക്കെ ഇട്ടിട്ടാണ് ചായ ഇടുന്നത്. അങ്ങനെ അനു ക്ലാസ്സിന് പോകാനായിട്ട് റെഡിയായി വന്നു. അപ്പോൾ മോളുമായിട്ട് സൈക്കിളിലാണ് പോകുന്നത് കേട്ടോ. ഇനിയിപ്പോൾ മോൻ വരാനായിട്ട് കുറച്ച് വൈകുമെന്ന് വിളിച്ച് പറഞ്ഞ്, അല്ലെങ്കിൽ മോനെ കൊണ്ടുപോയി ആക്കുന്ന ദിവസവും. അപ്പോൾ ഇന്ന് മോൻ വരുമ്പോൾ കുറച്ച് ലേറ്റാവും, അത് കാരണം രണ്ടുപേരും കൂടെ സൈക്കിളിൽ പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിയാണ്, അല്ലെങ്കിൽ മോള് തിരിച്ചു വരുമ്പം പെട്ടെന്ന് ഇരുട്ടാവും. ഇപ്പോൾ 6 മണിയാകുമ്പോൾ തന്നെ നേരം പെട്ടെന്ന് ഇരുട്ടുമല്ല, അതുകൊണ്ട് നേരത്തെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 5 മണിയാകുമ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കേക്ക് എടുത്തപ്പോൾ അനു പറഞ്ഞ് ഇപ്പോൾ കേക്ക് മുറിക്കേണ്ട, നമുക്ക് ഉണ്ണിയപ്പം കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ചായ ഉണ്ണിയപ്പം കൂടെ കഴിച്ചത്. അപ്പോഴും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടാ. പിന്നെ രണ്ടുപേരും അകത്ത് വേറെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പോരാനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പുറത്ത് പോയിട്ട് കുറച്ച്
ഇലകളൊക്കെ കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ പുറത്തേക്ക് പോന്നു. നമ്മൾ ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട് അകത്തേക്ക് പോകുന്ന സമയം കൊണ്ട് തന്നെ അടുത്തല്ല വീഴും കേട്ടാ. എപ്പോഴും നമുക്കിങ്ങനെ ചൂലും കൊണ്ട് നടക്കാനേ സമയമുള്ളൂ. പിന്നെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ചാമ്പയുടെ ഇല കൂടാതെ കണ്ട് റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന തല്ലിമരം ഉണ്ടേ, അതിൻ്റെ ഇല കൂടെ വന്ന് പറന്ന് വീഴും. അപ്പം അതും കൂടെ നമ്മുടെ മുറ്റത്തേക്കാണ് വന്ന് വീഴുന്നത്. അപ്പം എല്ലാം ഇങ്ങനെ തൂത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതേ രണ്ടുപേരും പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് പോന്ന. മോൾക്ക് ലോഡ് വെച്ച് ചവിട്ടാൻ നല്ല വശയില്ല. അപ്പോൾ അനു പറഞ്ഞു, ഞാൻ അനുവേ ചവിട്ടാറുള്ളൂ, ലോഡ് വെച്ച് അനുവിന് ചവിട്ടാൻ അറിയാം. അപ്പോൾ അത് അനുവാണ് സൈക്കിൾ എടുത്തത്. മോള് കൂടെ പോകും. എന്നിട്ട് അനുവിനെ അവിടെ ആക്കിയിട്ട് മോള് സൈക്കിളിൽ തിരിച്ചു പോരും. പിന്നെ മോൻ വൈകുന്നേരം ഒരു 9 മണി 9:15 ആകുമ്പോഴേ ചെന്ന് തിരിച്ചു വരുന്നത്. അപ്പോൾ അതേ രണ്ടുപേരും കൂടെ അതേ സൈക്കിളിൽ കയറി പോവുകയാണേ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ